What is this? അങ്ങനെ ഒരു വിയേർഡില്ലേ ഒരു മനുഷ്യന് വേണ്ട അങ്ങനെയല്ല Me title ഓടക്ക് ആ ഫോട് അത് കേക്കണ്ട നീ എന്നാ വിളിക്കണ്ടേ If your life was a movie, what would be its title? ഒന്നും കുടിക്കേ ഇതിരിക്കാ റൂം കൊണ്ടുവന്ന് നിമ്മി എങ്ങനെയുള്ള വീഡിയോ ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ചിരി പറയാറുള്ളത്? വേണ്ട, അത് വലിയ ആവശ്യമില്ല. പിന്നെ ലാക്ക് ചാറ്റ് വ്യൂസിനെ അത് കട്ട് ഭയപ്പെടുന്ന കാര്യം ഏറ്റവും മതിപ്പിക്കും സോറി ഭയപ്പെടുത്താങ്ങ കാലെല്ലാം നേർക്കുന്നേ ഭയപ്പെടുന്ന പാർട്ട് 2 ആയിട്ട് ശരിയാണേ. ഇപ്പൊ തന്നെ കുറെ ആയിപ്പോയിട്ടാണ്. അയ്യോ അത് പ്രശ്നമില്ലേ, ഇതെല്ലാം ഒരു പാർട്ട് 1 ഇനി പാർട്ട് 2 വേറെ വരും. അത് പ്രശ്നമാണല്ലോ, ലാഗി പേശോട്ടും. അപ്പൊ എന്നെ ചോദ്യം മനസ്സിലാവും പുമോ അല്ലെങ്കിൽ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അസ്ര ചോദിക്കൂ. ഇതാ അസ്ര ഈ ക്വസ്റ്റ്യൻ വായിക്കേ. ഇത് പൊട്ടച്ച് ഇത് വായി. ഇത് ഏറ്റവും മുതൽ കുഴപ്പമില്ല. എന്നെ ചൊല്ലു. പിന്നെ അസ്രക്ക് എന്തോ പറയാനുണ്ടെന്ന് പറ. ഇതാ പറയുമ്പോ വേണ്ടിയാലും ഇല്ല താനും അവനെ വിളിച്ചാലും കാണുന്നവർക്ക് അറിയാത്ത ഒരു സീക്രട്ട് ഹാബിറ്റ്. എന്തായാലും നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാൻ കഴിയും. അപ്പൊ ഞാൻ ആദ്യത്തെ എന്താ മക്കളെ പറയൂ. ഹലോ ഗായ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. കൈപിടിച്ച് കണ്ണടച്ച് പാപ്പന്മാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു Q&A ആണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. അതെ, ആരുടെ? യെസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അധികം ദൈർഘിപ്പിക്കുന്നില്ല, നമ്മൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലാണുള്ളത്, ഞാൻ ചോദിക്കാൻ പോവാണ്. യെസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ പോവാ. ഒരു ദിവസം ഫോണില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ എന്താകും അവസ്ഥ? ഫോണില്ലാണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ടാസ്ക് ആയിട്ട് ഒന്നുമില്ല. ഫോണില്ലെങ്കിലും ഞാനൊക്കെ ജീവിക്കും. നിർബന്ധമില്ല, ഫോണ് വേണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ കാണണം, റീൽസ് സ്ക്രോൾ ചെയ്യണം. എനിക്കങ്ങനെ നിർബന്ധമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ജീവിച്ചൊക്കെ പോകും. അടുത്തത്, വ്ളോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി റിപ്പീറ്റ് ആവുന്നത് ഏത് ഡയലോഗാണ്? ഡയലോഗ്, യെസ്, കുറച്ച് ഡയലോഗ്സ്, അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എനിക്കുണ്ട്. അതായത് ഏറെക്കുറെ, പിന്നെ തന്നെയുണ്ട്. അത് ഏത് വീഡിയോ ഗായ്സ് എല്ലാവരുടെ വ്ളോഗിലും കൂടുതലാണ്, അങ്ങനെയല്ല. പിന്നെയോ പിന്നെ കുറച്ച് നോർമലായിട്ട് ഓവറായി യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മയില്ല വരണം. പക്ഷെ ഉണ്ട് ഏറെക്കുറെ, പിന്നെ ആയിരിക്കാം അങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ചൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തത്, ക്യാമറ ഓഫ് ആയാലും ഒറിജിനൽ വോയിസ് ഇത് തന്നെയാണോ? ഓഫ് കോഴ്സ്, ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പം അങ്ങനെ ചെയ്യലില്ല, എൻഹാൻസ് ചെയ്യും. അതായത് പുറത്തത്തെ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വോയിസ് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വോയിസ് എൻഹാൻസ് ചെയ്യുന്നല്ലാണ്ട് പ്രത്യേകിച്ച് വോയിസിൽ സെയിം തന്നെയാണെന്നാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തതുകൊണ്ട് സെയിം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? യെസ്. ഇനി നാലാമത്തത്, കിട്ടിയതിൽ ഏറ്റവും വേറിട്ട കമന്റ് എന്താണ്? ഇത്രയും വീഡിയോസ് ചെയ്തല്ലോ, അപ്പൊ അതില് ഒരു വേറിട്ടതായിട്ട് തോന്നുന്ന ഒരു കമന്റ്? വേറിട്ട കമന്റ്, എനിക്ക് പൊതുവെ കമന്റ്സ് ഒക്കെ വളരെ കുറവാണ്. പിന്നെയും കമന്റ്സ് വരുന്നത് എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് ഷോർട്ട് വീഡിയോയിലായിരിക്കും കമന്റ്സ് വരിക.
കുറച്ച് അധികമെങ്കിലും അധികം എന്ന് പറയുമ്പോൾ ഒരുപാടല്ല, എന്നാലും ഒരു 20-ൽ താഴെയൊക്കെ തന്നെ കമന്റ്സ് ഉള്ളൂ. കൂടിപ്പോയാലാണ് 20-ന് താഴെ, കുറഞ്ഞാൽ 1-2. അതാണ് എൻ്റെ ഒരു വേറിട്ടതെന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ട് അത് വേണ്ട എന്നാ ഞാൻ പറയട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ്, ഇപ്പൊ ഏതെങ്കിലും കമന്റ് ഇപ്പൊ നല്ല ഭയങ്കരമായിട്ട് നമുക്ക് ഹാർട്ടിൽ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഉണ്ടാവില്ലേ, ഇപ്പൊ ഇടുമ്പോ നല്ല ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നല്ല വീഡിയോ എഡിറ്റിംഗ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കമന്റ് ഇടുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഓർമ്മയിൽ നിൽക്കാൻ. പിന്നെ കമന്റ്സ് ആയിട്ടും പിന്നെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് പണ്ടത്തെക്കാളും കുറച്ചും കൂടി മെച്ചമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ്, ഗുഡ് തോന്നി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നെഗറ്റീവ് കമന്റ് ആയിട്ട് എടുക്കാൻ മോശം എന്ന് പറയുമ്പോ ഈ മോശം കമന്റ്സ് അധികം വരുന്നത് അറിയാത്തവരുടെ സൈഡിൽ നിന്നായിരിക്കും. അതും ഇൻസ്റ്റഗ്രാമിലായിരിക്കും പലപ്പോഴും വരിക. ചിലപ്പോ ഡാൻസിന്റെ റീൽസ് ഇട്ടാലോ പാട്ടിന്റെ റീൽസ് ഒക്കെ ഇട്ടാലൊക്കെ ആയിരിക്കും ചിലപ്പോ ആ ഒരു, ഇപ്പൊ ഞാൻ ഇടലില്ല, അങ്ങനത്തെ ടൈമിലൊക്കെ ആണ് അധികം മോശം എന്ന് പറയുമ്പം എനിക്കൊരു മാതിരി എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കമന്റ്സ്. ഫീൽ ചെയ്യാറുണ്ടോ? അയ്യോ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? ഇടണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഉള്ള കാര്യം പറഞ്ഞാൽ. ആദ്യമൊക്കെ അയ്യോ ഇങ്ങനെ എന്താ, പിന്നെ ഞാൻ എന്റെ മാത്രമല്ല മെജോറിറ്റി ഇങ്ങനത്തെ റീൽസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് വരുന്നത് കൊണ്ട് തന്നെ അതെനിക്ക് ഓക്കെ, ഞാനത് അവരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്, അവർ മോശപ്പെട്ടിടുന്നത് അവര് മോശമായതുകൊണ്ടാണ്, അല്ലാണ്ട് എന്റെ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കാൻ കുറച്ചും കൂടി താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് നീണ്ടുപോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാക് ചാറ്റ് കാണുന്നവർക്ക് അറിയാത്ത ഒരു സീക്രട്ട് ഹാബിറ്റ് എന്താണ്? ലാക് ചാറ്റ് ഒരുപാട് സീക്രട്ട് ഹാബിറ്റ്സ് അറിയാത്തവരടുത്ത് പറയാം. എന്താ ലാക് ചാറ്റ്? ലാക് ചാറ്റ് ഫുഡി ഉണ്ടാകാതെ ഇപ്പൊ കാണും. അതാണ് ലാക് ചാറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് കേട്ടോ. അപ്പം അവര് കാണാത്തതായിട്ടുള്ള ഇത് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതായിട്ടൊക്കെ ഞാൻ എനിക്ക് സങ്കടം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ഞാൻ എഴുതുമൊക്കെ ചെയ്യും. എഴുതും ചെറുതായിട്ട്. എനിക്ക് ആരോടെല്ലാം എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ പുറത്ത് പറയൽ കുറവാണ്. അതിന് പകരം ഞാൻ എഴുതുമ്പം എനിക്ക് പറഞ്ഞൊരു സുഖം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതും. ആ ഒരു സ്വഭാവം അങ്ങനെ അറിയാൻ ചാൻസ് കുറവാണ്. ലാക് ചാറ്റ് എന്നല്ല, മൊത്തത്തിൽ അത് കുറവായിരിക്കും. നെക്സ്റ്റ്, കുക്കിംഗ് നന്നായി ചെയ്യുമോ അതോ ക്യാമറക്ക് മുന്നിൽ മാത്രം ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണോ? ബേസിക്കലി കുക്കിംഗ് ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമാണ്. കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കുഴപ്പമില്ല. പിന്നെ വീഡിയോസിലൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും പറയിപ്പിക്കുന്നതല്ല, ഓർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഓരങ്ങനെ പറയുന്നത്. സുന്നയ്ക്ക് എന്താ എന്റെ അഭിപ്രായം? ഉണ്ടാക്കേണ്ട ഫുഡ് കഴിക്കുന്നതിലൂടെ ഫുഡ് അടിപൊളിയാ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ഉമ്മാന്റെ കൈപ്പുണ്യം കിട്ടിയത് നിമ്മിക്ക. കാരണം പിന്നെ ആൾക്ക് മൂഡ് വരണം. നമ്മളിങ്ങനെ പറയുമ്പോ ഇതിട്ടോണ്ട് വാന്ന് പറഞ്ഞാൽ ഇട്ടോണ്ട് വരത്തില്ല. മൂഡ് വന്നു കഴിഞ്ഞാൽ തനിയെ ഉണ്ടാക്കും. അപ്പോഴേ ഒരു ടേസ്റ്റും എല്ലാം വരത്തുള്ളൂ. ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട്. എല്ലാം മോഡൽ ഫുഡൊക്കെ ആണ് ഉണ്ടാക്കുക. എന്നാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. അങ്ങനെയാണ്. ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം എന്താണ്? അപ്പൊ ഭയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് എന്താന്ന് മനസ്സിലായോ? ഭയപ്പെടുന്ന കാര്യം ഇങ്ങനെ പാറ്റയോ അങ്ങനെ എന്തെങ്കിലും? മനസ്സിലായിട്ടുണ്ട്. പാറ്റനൊക്കെ ഭയമാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവാണ്. ഇങ്ങനെ പണ്ടൊക്കെ കാണുമ്പോ തന്നെ ഞാൻ പേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ പേടിക്കൊന്നുമില്ല. എന്റെ മേലേക്ക് വന്നാൽ മാത്രമേ ഞാൻ പേടിക്കത്തുള്ളൂ. അവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ പേടിക്കത്തൊന്നുമില്ല. പിന്നെ ഭയപ്പെടുന്ന കാര്യം എന്തെന്നറിയോ? മെല്ലെ മിണ്ടാണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും വന്നിങ്ങനെ ടോന്നല്ല ഞെട്ടിക്കലുടെ ആയിരുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ നിർത്തടേ. അങ്ങനെയല്ല, ഞാനിപ്പോ ഒരു റൂമിൽ ഇങ്ങനെ എന്തെങ്കിലും ബുക്ക് വായിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിയിലായിരിക്കും. ആ സമയങ്ങളിൽ വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഡോറൊക്കെ തുറന്നാൽ ഞാൻ പേടിക്കും. ആരെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഞാൻ ചിലപ്പോൾ എന്റേതായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവും. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഞാൻ നല്ലോണം പേടിക്കും. അതൊരു വൃത്തിയുടെ ശീലമാണ്. അതൊരു ഭയമാണ് ആക്ച്വലി. പിന്നെ അതാണ് എൻ്റെ ഭയം. ഓക്കെ, അപ്പൊ അടുത്തത്, ലാക് ചാറ്റ് വ്യൂവേഴ്സിനെ കാണുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്താ? ഹായ് ഗായ്സ്, അതാണ് എൻ്റെ റിയാക്ഷൻ. ഓക്കെ, അത് വളരെ ചെറുതായി പോയി. പിന്നെ ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ? അത് എന്തായിരിക്കും? എനിക്കൊരു സൂപ്പർ പവർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിനുള്ള ആലോചിച്ചത് ഇങ്ങനെ മിന്നൽ മുരളിയിലെ സൂപ്പർ പവർ കിട്ടിയാൽ നമ്മൾ എന്ത്? ആ മിന്നൽ മുരളിയുള്ള സൂപ്പർ പവർ എന്നല്ല, ഒരു സൂപ്പർ പവർ എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ കിട്ടുകയാണെങ്കിൽ തന്നെ
എന്തിപ്പോ ചെയ്യേ? എല്ലാം ഒരുമിച്ച് അലക്കുക അങ്ങനെ എന്തെങ്കിലും സൂപ്പർ പവർ. അതിനൊക്കെ സൂപ്പർ പവർ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പോയില്ലേ? യെസ്, എനിക്കൊരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാണ്ട് ട്രാവലിലെ എക്സ്പെൻസ് ഒക്കെ ചുരുക്കിയിട്ട് പറന്നങ്ങ് ആസ്വദിക്കും. അതായിരുന്നു. പിന്നെ ആകാശത്ത് കൂടി ഈ നമ്മുടെ ഡ്രോണൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന പോലത്തെ ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ക്യാപ്ചർ ചെയ്ത് നടക്കും. അതായിരിക്കും ഞാൻ ചെയ്യുക. പിന്നെ ഇതൊക്കെ തന്നെ, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, ഏറ്റവും അധികം ചിരിപ്പിക്കുന്ന സുഹൃത്ത് ആരാണ്? ഏറ്റവും അധികം ചിരിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ചിരിക്കുക എന്നായിരിക്കും കുറച്ചും കൂടി ചോദ്യത്തിന്. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ബൈ ദ വേ എനിക്ക് ഓരോ സീസണിലും ഓരോരോ ഫ്രണ്ട്സ് ആണ്. അതെന്ന് പറയുമ്പം സീസൺ അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം സ്കൂൾ പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട്, പിന്നെ കോളേജ് പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട്, പിന്നെ ഏതെങ്കിലും ഇപ്പം ക്യാമ്പിന് പോയാൽ അവിടെ നിന്നൊരു ഫ്രണ്ട്സിനെ കിട്ടും. അതൊക്കെ ആണ്. സീസണലാണെങ്കിലും ഓരോരുത്തർ കോണ്ടാക്ട് അല്ലെങ്കിൽ ടച്ച് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ടച്ചുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതാണ് സീസണൽ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിന് ഞാൻ എങ്ങനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത്. പിന്നെ അതിപ്പം എങ്ങനെ പറയാ, അപ്പൊ അങ്ങനെയാണ്. സീസണൽ ആയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് തിരഞ്ഞെടുക്കൽ കുറച്ച് ടാസ്ക് ആണ്. കാരണം എല്ലാവരും എനിക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഓരോ ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സീസണിൽ കിട്ടിയ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരാളെ മാത്രമായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത്, ഫോൺ ഗാലറിയിൽ ഏറ്റവും റാൻഡം ആയ ഫോട്ടോ എന്താണ്? റാൻഡം ആയിട്ടുള്ള ഫോട്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം വഴിയിൽ പോകുന്ന സമയങ്ങളിൽ ഒരു കാര്യമില്ലായിരിക്കും, എന്തോ നോർമലായിട്ടുള്ള ഒരു സീനറി ആയിരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ ഒരു ബസ് നിർത്തിയിടുക അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കും. അതിലൊരു കാര്യമില്ല, വേണ്ടപ്പെട്ട ഒന്നുമില്ല. പക്ഷേ ചില സമയങ്ങളിൽ തോന്നും അതൊന്ന് ഫോട്ടോ എടുക്കാം, അങ്ങനെ എടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുക്കും. ചിലപ്പോൾ ബസ്സിൻ്റെ ബാക്ക് സൈഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താ പറയുക കർട്ടൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ അതെന്തിനാന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ചില സമയങ്ങൾ തോന്നുമ്പോൾ ചെയ്യലുണ്ട്. അതായിരിക്കും എൻ്റെ ഫോണിലെ റാൻഡം ഫോട്ടോ. പിന്നെ വ്ളോഗ് ചെയ്യാൻ കാരണമായ ഒരു ഫണ്ണി സ്റ്റോറി ഉണ്ടോ? അപ്പോൾ വ്ളോഗിലോ ഈ ഒരു മേഖലയിലോട്ട് വരാനുള്ള ഒരു റീസൺ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ റീസൺ ഒന്നുമില്ല. പക്ഷേ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പേളി മണി ആയിരിക്കും. കാരണം പുള്ളിക്കാരത്തിൻ്റെ വ്ളോഗ് എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല, ഒന്ന് കണ്ടിന്യൂസ്ലി കാണാം. അതായത് കണ്ടിന്യൂസ്ലി കണ്ടവർക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവും. അതിപ്പം വീഡിയോ എടുക്കാനെന്നല്ല, ഏതൊരു ഫീൽഡ് നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഏതൊരു ഫീൽഡിനോടും നമുക്കതൊന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ആക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വരലുണ്ട്. സോ ഇത് കുറച്ചും കൂടി മെമ്മറീസ് ആണ്. പിന്നെ വീഡിയോ എടുക്കാനുള്ളതെന്ന് ഫണ്ണി സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം ഓരോ കാര്യങ്ങൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ടേക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഞാനിങ്ങനെ ആലോചിക്കും, ഓരോ കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് വീഡിയോസൊക്കെ കാണാമല്ലോ, അല്ലെങ്കിൽ ഒരു കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലേ എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ്. അതായിരിക്കും, അത് ഫണ്ണി അല്ല, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മക്കൾ അങ്ങനെ കാണുമ്പം നമ്മുടെ ഉമ്മമാർ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളത്. പണ്ടൊക്കെ നമുക്ക് എവിഡൻസ് ഒന്നുമില്ല. പണ്ട് നമ്മുടെ ഉമ്മ ഇങ്ങനെ ആയിരുന്നു, സ്റ്റാർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ചിലപ്പം നമ്മൾ കാണാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാത്തതല്ല, കാണാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ കാണുമ്പം നമ്മുടെ കുട്ടികളായാലും നമ്മൾ തന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ നമുക്കൊരു നമ്മളിങ്ങനെയൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ് ഇടയ്ക്ക് നോക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ സോളോ ആയിട്ട് ചെയ്യാനൊക്കെ, അതൊരു മെമ്മറീസാണ്. അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് വീഡിയോസ് എടുത്ത് ഇതാകുമ്പോൾ ക്യാപ്ചർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഒക്കെ വേണ്ടല്ലോ, ഇതിന് ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് നമുക്കിടയ്ക്ക് കാണാം, അത് കൂടുതൽ പേരിൽ എത്തിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ഹെൽപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം. ഓക്കെ, അടുത്തത്, ഹൂ മോട്ടിവേറ്റ്സ് യു ദ മോസ്റ്റ് ടു ക്രിയേറ്റ് കണ്ടന്റ്? ഓഫ് കോഴ്സ് പേളി മണി തന്നെയാണ്. പുള്ളിക്കാരത്തി ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി പ്രചോദനം തന്നിട്ടുള്ളത്. യെസ്. Then tell us one thing you do off camera but never on camera. അങ്ങനത്തെ കാര്യങ്ങൾ. വഴക്ക്, അടികൂടല്ലേ മോളെ, അടി കൂടുമ്പോ എനിക്ക് ക്യാമറ ഓൺ ആക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ മാത്രമല്ലല്ലോ, അങ്ങനെ ഒരു കാര്യം ഇല്ല ഗൈസ്. അങ്ങനെ ഒരു കാര്യം എന്നൊക്കെ ചോദിച്ചാൽ ഞാനേ ആ ക്യാമറയിലും കാണുന്നേ, പറ അങ്ങോട്ടെ.
രണ്ടിനിടയിൽ ഒരു കർട്ടൻ ഇല്ല, എല്ലാം സെയിം ആളന്നെ, അതാണ് ആ ഉദ്ദേശം. അങ്ങനെ പ്രത്യേകിച്ച് മറയൊന്നുമില്ല. ഇത് നമ്മൾ ഇങ്ങനെ നോർമൽ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ്. അത്രേ ഉള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം. അടുത്ത Okay, then what's one thing your viewers will be shocked to know about you? ഷോക്ക് ഡൗൺ. ചിലപ്പോൾ ഞാൻ ഭയങ്കര വൃത്തിയായിട്ട് നടക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഷോക്ക് ഡൗൺ അല്ലേ? Okay. ഇല്ല Aesthetic. ആ Aesthetic വൈബിലാണ് റൂം കൊണ്ടുപോകുന്നതാണ്. എന്താ ആസു? എന്താ പറ, ഏത് രീതിക്കാ റൂം കൊണ്ടുപോകുന്നത് നിമ്മി? അപ്പം അല്ല, ഞാൻ ചിലപ്പോ എന്നെ കാണുമ്പോ എന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ ആക്കി. അതിപ്പം ഒരു പെർട്ടിക്കുലർ ക്ലീനിങ്ങിന് ശേഷം ഓക്കെ ആയിരിക്കും, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ കീപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് ഷോക്കിംഗ് ആയിരിക്കും, ഞാനിങ്ങനെ ക്ലീനായി നീറ്റായി നടക്കുന്നതൊക്കെ ചിലപ്പോൾ ഷോക്കായിരിക്കും. If your life was a movie, what would be its title? ടൈറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നായിരിക്കും ടൈറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. രാജകുമാരി. ഈശീ, രാജകുമാരി എന്നൊക്കെ. Crochet. എന്ന് Crochet. എന്നായിരിക്കും ജീജി? നിമ്മിയസ് ലൈഫ് ഒരു സിനിമയായി കഴിഞ്ഞാൽ എന്നായിരിക്കും ഫേവറേറ്റ്? ജീജി ലൈഫ് സിനിമ സ്വപ്നക്കൂട്. അറിയത്തില്ലല്ലോ. അറിയാം, ഞാൻ പറഞ്ഞുതരാം. അണയാത്തവൾ. ഓക്കെ, ഞാൻ അടുത്തത്, ജീവിതത്തിൽ വേണ്ടിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ആഗ്രഹമുള്ളതൊക്കെ ചെയ്യുക, പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറച്ച് റെസ്പെക്റ്റ് കാണിക്കുക. റെസ്പെക്റ്റ് മാത്രം മതി. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്കും, അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മതി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഗ്മെന്റ്, Q&A സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വേറെ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. യെസ്, ഈ വീഡിയോനെ താഴേക്ക് ഇതേക്കാം. നമ്മൾ അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട് 2 ആയിട്ടും വരാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പറയുമെന്ന് വിചാരിക്കുന്നു, കമന്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതെ. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം അതായിരിക്കും അടുത്ത എൻ്റെ വീഡിയോസ് ഇടാനുള്ള പ്രചോദനങ്ങൾ. പിന്നെ മാത്രമല്ല കമന്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ഗായ്സ്.